കോട്ടയം ജില്ലാ സ്കൂൾ കായികമേളയുടെ ഉദ്ഘാടന ചടങ്ങിനിടയിൽ കായികാധ്യാപകരുടെ പ്രതിഷേധം. അധ്യാപക നിയമനങ്ങളിലടക്കം കായികാധ്യാപകരോടുള്ള അവഗണനയിൽ പ്രതിഷേധിച്ചാണ് കായികാധ്യാപക സംഘടന പ്രതിഷേധമുയർത്തിയത്. മാണി സി കാപ്പൻ MLAയും ഫ്രാൻസിസ് ജോർജ് MP സമരം ചെയ്യുന്ന അധ്യാപകരുടെ അടുത്തെത്തി പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കുമെന്ന് ഉറപ്പു നൽകി. കായികാധ്യാപകരോടുള്ള അവഗണന അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ടാണ് കേരള പ്രൈവറ്റ് സ്കൂൾ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചേഴ്സ് അസോസിയേഷന്റെ പ്രതിഷേധം. കായികാധ്യാപക നിയമനങ്ങൾ സർക്കാർ തടഞ്ഞുവച്ചിരിക്കുകയാണ്. 13,000-ലധികം വരുന്ന പൊതുവിദ്യാലയങ്ങളിൽ 1869 മാത്രമാണ് കായികാധ്യാപകർ നിലവിലുള്ളത്. ഇത് കായിക പരിശീലനത്തെ ബാധിക്കുന്നുണ്ട്. അഖിലേന്ത്യാ തലത്തിൽ ഒന്നാമതെത്തിയിരുന്ന കേരളം ഇപ്പോൾ പിന്തള്ളപ്പെടുന്നത് കായിക പരിശീലനത്തിന്റെ അഭാവം മൂലമാണെന്ന് അധ്യാപകർ പറയുന്നു. 2015 മുതൽ ശക്തമായുള്ള രീതിയിൽ ഞങ്ങൾ ഇതേ വിഷയങ്ങൾക്ക് വേണ്ടി സമരം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാ സ്കൂളിലും ഒരു കായികാധ്യാപകൻ എന്നൊരു ഇത് മുൻ വർഷത്തെ പോലെ പണ്ട് നടന്നിരുന്ന പോലെ ഇപ്പോഴും കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഈ ശ്രമം. ഇപ്പോൾ 4 ലക്ഷം കുട്ടികൾക്ക് 1800 കായികാധ്യാപകർ മാത്രമാണ് കേരളത്തിൽ ആകപ്പാടെയുള്ളത്. ഹൈസ്കൂളിൽ വർക്ക് ചെയ്യുന്ന അധ്യാപകനും UP സ്കെയിലാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ഏറ്റവും കൂടുതൽ കായികാധ്യാപകരെ വളർത്തേണ്ട ഒരു പ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹയർ സെക്കൻഡറി വിഭാഗമാണ്. ആ സീനിയർ വിഭാഗത്തിൽ ഒരു കായികാധ്യാപകനെ പോലും പോസ്റ്റില്ല എന്നുള്ളതാണ് ദുഃഖകരമായിട്ടുള്ള മറ്റൊരു കാര്യം. അതുപോലെ 65 വർഷമായി കായികാധ്യാപക തസ്തികയുടെ ഒരു നിയമവശം പരിഷ്കരിച്ചിട്ട് അത് പരിഷ്കരിച്ച് 200 കുട്ടികൾക്ക് ഒരു കായികാധ്യാപകൻ എന്ന UP സ്കെയിൽ തലത്തിലും ഹൈസ്കൂൾ UP അല്ല ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ചേർത്ത് ഒരു കായിക പോസ്റ്റും നിർമ്മിച്ചുകൊണ്ട് കേരളത്തിലെ കുട്ടികൾക്ക് കായിക മേഖലയിൽ വളർച്ചയുണ്ടാകുവാനായിട്ട് ശക്തമായിട്ടുള്ളൊരു സമരത്തിലേക്ക് ഞങ്ങൾ ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. ഇതിൻ്റെ ഒരു പരിഹാരം കാണാതെ ഞങ്ങളിത് അവസാനിപ്പിക്കത്തില്ല. ഹയർ സെക്കൻഡറിയിൽ കായികാധ്യാപകരില്ല. ഈ സാഹചര്യത്തിൽ കായികാധ്യാപക നിയമനം നടത്തണമെന്നും ശമ്പളം പരിഷ്കരിച്ച് നൽകണമെന്നുമുള്ള ആവശ്യങ്ങളാണ് അധ്യാപകർ ഉന്നയിക്കുന്നത്. വർഷങ്ങളായി ആവശ്യങ്ങൾ ഉന്നയിക്കുമ്പോഴും നടപടികൾ ഉണ്ടാകാത്ത സാഹചര്യത്തിൽ ഇത്തവണയും റവന്യൂ ജില്ലാ കായികമേളയുടെ ഉദ്ഘാടന ചടങ്ങിൽ കായികാധ്യാപകർ പ്രതിഷേധമുയർത്തി. സമ്മേളനത്തിൽ പങ്കെടുത്ത മാണി സി കാപ്പൻ MLAയും ഫ്രാൻസിസ് ജോർജ് MP പ്രശ്നത്തിൽ ഇടപെട്ട് പരിഹാരമുണ്ടാക്കുമെന്ന് ഉറപ്പ് നൽകി. പുതിയ ഗവൺമെന്റ് വന്നു കഴിയുമ്പോൾ ആദ്യത്തെ മന്ത്രിസഭയിലെ ആദ്യത്തെ തീരുമാനമായി കായിക അധ്യാപകരുടെ പ്രശ്നത്തിന് പരിഹാരം അവിടെ ആ ബാനറുമായി നിൽക്കുന്ന അധ്യാപകരുടെ പ്രശ്നം, കായികാധ്യാപകരുടെ പ്രശ്നം 2026 ജൂൺ മാസത്തിൽ തന്നെ പരിഹരിച്ചിരിക്കും. ഒരു സംശയം വേണ്ട ആ കാര്യത്തിൽ. ഈ മുന്നണി മാറി അടുത്ത മുന്നണി അധികാരത്തിൽ വരുമ്പോൾ അതിനൊരു പരിഹാരം ഉണ്ടാക്കും. കാരണം ഞാൻ വോളിബോൾ കളിക്കാൻ ആഗ്രഹിച്ചിരുന്ന ഒരാളല്ല. പക്ഷേ അവിടെ ഒരു കായിക അധ്യാപകൻ ഉണ്ടായിരുന്നുകൊണ്ടാണ് പൊക്കമൊക്കെയുള്ള എന്നെ വോളിബോൾ കളിയിലേക്ക് കടത്തിയത്. അതുകൊണ്ട് ഈ നിങ്ങളുടെ ആവശ്യം 100% ന്യായമാണ്. ആ ന്യായമായ കാര്യത്തിന് വേണ്ടി പോരാടും, അത് നടപ്പിലാക്കും എന്ന കാര്യത്തിൽ ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരികയാണ്. സ്കൂൾ കാലഘട്ടത്തിൽ ഒരു കായികാധ്യാപകന്റെ താല്പര്യമാണ് തന്നിലെ വോളിബോൾ ആഭിമുഖ്യം കണ്ടെത്തി ഒരു വോളിബോൾ താരമാകാൻ തനിക്ക് അവസരമൊരുക്കിയതെന്ന് മാണി സി കാപ്പൻ പറഞ്ഞു. UDFന്റെ മാനിഫെസ്റ്റോയിൽ കായികാധ്യാപകരുടെ പ്രശ്നം ഉൾപ്പെടുത്തി പുതിയ സർക്കാർ അധികാരമേൽക്കുമ്പോൾ ആദ്യ തീരുമാനം കായികാധ്യാപകരുടെ പ്രശ്നം പരിഹരിക്കുമെന്ന് ഫ്രാൻസിസ് ജോർജ് MPയും മാണി സി കാപ്പൻ MLAയും പറഞ്ഞു. അടുത്ത സർക്കാരിന്റെ ആദ്യ തീരുമാനങ്ങളിലൊന്ന് കായികാധ്യാപകരുടേതാണെന്ന് ഉറപ്പ് നൽകിയതും മാനിഫെസ്റ്റോയിൽ ഉൾപ്പെടുത്തുമെന്ന് അറിയിച്ചതും പ്രതീക്ഷ പകരുന്നുണ്ടെന്ന് അധ്യാപകരും പറയുന്നു. ഇപ്പോൾ MLA ഒരു ഉറപ്പ് വന്നിട്ടുണ്ട്. അടുത്ത മാനിഫെസ്റ്റോയ്ക്കകത്ത് അവർ നമ്മുടെ കായികാധ്യാപകരുടെ പ്രശ്നങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു മാനിഫെസ്റ്റോ ആയിരിക്കും അവർ ഉണ്ടാക്കുന്നതെന്ന് വളരെ പ്രതീക്ഷയോടുകൂടിയാണ് കാണുന്നത്. ഇപ്പോഴത്തെ സർക്കാരും താൽക്കാലികമായിട്ടൊരു സംരക്ഷണം തന്നിട്ടുണ്ട്. അത് പൂർണ്ണമല്ല. അത് പൂർണ്ണമാകുന്നിടം വരെയും ഞങ്ങൾ ഈ സമരത്തിൽ തന്നെ തുടരുമെന്ന് അറിയിച്ചുള്ളൂ. അസോസിയേഷൻ ഭാരവാഹികളായ മാത്യു, എബി ചാക്കോ, അലൻ മാത്തായി തുടങ്ങിയവർ നേതൃത്വം നൽകി. പ്രതിഷേധ ബാനറുമായി ഗ്രൗണ്ടിൽ പ്രകടനം നടത്തിയാണ് സമരം അവസാനിപ്പിച്ചത്. സ്റ്റാർ വിഷൻ ന്യൂസ്, പാലാ.